ആദ്യം ഉണ്ണി വന്ന് കഥ പറയുന്നു. കഥ പറയുമ്പോൾ ഞാൻ കേട്ടിട്ട് ഉണ്ണിനോട് പറഞ്ഞത്, ഉണ്ണി ഇതൊരു തമിഴ് സെറ്റപ്പ് സ്റ്റൈല് പടമാണ്, ഇത് നല്ല ബഡ്ജറ്റ് വരും, ഇത് ഉണ്ണി പറയുന്ന സീക്വൻസുകളെല്ലാം വലുതാ. അപ്പം ഞാൻ ഉണ്ണിനോട് പറഞ്ഞു, ഉണ്ണി ഇത് പ്രാക്ടിക്കൽ ആണോ അല്ലയോ എന്ന് പറഞ്ഞുകൂടാ, എന്തായാലും ശ്രമിച്ചു നോക്ക്, പ്രൊഡ്യൂസ് നല്ലൊരു ബാനർ വന്നാൽ ഞാനിത് തീർച്ചയായും പിടിക്കാമെന്നും പറഞ്ഞ ഉണ്ണിനെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ പ്രോജക്റ്റ് ആവുമെന്ന്. കാര്യം നമ്മളുടെ ഇന്നത്തെ സിനിമകളുടെ ഒരു അവസ്ഥ വെച്ച് പുതിയ ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും വലിയൊരു ബഡ്ജറ്റ് ട്രസ്റ്റ് ചെയ്യില്ല പൊതുവെ. അപ്പോൾ ആ രീതിയിൽ ഞാനൊരു പ്രതീക്ഷയിലായിട്ടിരുന്നു. പക്ഷേ പിന്നെ ഒരു നിമിത്തം പോലെ സന്തോഷ് സാർ വരുന്നു, കഥ കേൾക്കുന്നു, കഥ കേട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു പ്രാക്ടിക്കലി ഇത് നടപടിയാവോ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ സാറ് വന്നു, ബിനുചേട്ടൻ വന്നു. പിന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കേൾക്കും തോറും നമുക്ക് അഭിമാനം തോന്നുന്ന കാര്യങ്ങളാണ്. സായ് അഭ്യങ്കർ മ്യൂസിക്, സായ് അഭ്യങ്കറിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യൂത്തിന് ഇവിടെയാണെങ്കിലും ഇവൻ തമിഴ്നാട്ടിലാണെങ്കിലും അത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഒരു മ്യൂസീഷ്യനാണ്. അതിന് നമ്മളുടെ പടം കമ്മിറ്റ് ചെയ്തതിനു ശേഷം പുള്ളിക്കാരൻ ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ മികച്ച പ്രോജക്റ്റുകളും സായ് അഭ്യങ്കറാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ്. അത് കഴിഞ്ഞ് സെൽവ സാറ് വരുന്നു. സെൽവരാഘവൻ സാർ എന്ന് പറയുമ്പോഴത്തേക്കും സെൽവരാഘവൻ സാറിൻ്റെ എല്ലാ പടങ്ങളും കണ്ടിട്ടുള്ളൊരു ആളാണ്. പുതുപ്പേട്ട എല്ലാം പലതവണ റീവാച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്രയും ഫാൻ ബോയ് ആണ്. പുള്ളിയാണ് വില്ലൻ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ നമുക്ക്